Chapter 49. 49. Hospital Information System. Okay, start ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. നോക്കിക്കോളൂ, ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. Hospital information systems provide a general source of information about a patient's health history and doctor's schedule timing. The system must keep data in a secure place and control who can get the data in certain situations. ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ക്ലിനിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ആ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി. ഓക്കെ, പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ, അവരുടെ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട, പേഷ്യന്റിന്റെ സേഫ്റ്റി എൻഹാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Okay, then the system must keep data in a secure place and control who can get the data in certain situations. നമ്മൾ കളക്ട് ചെയ്യുന്ന പേഷ്യന്റിന്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്തരം കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് സെക്യൂർഡ് ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നതിനും അതെപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ അതിലേക്ക് ആക്സസ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു അല്ലെ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്, കൺസൾട്ടേഷൻ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെഡിസിൻസ് വാങ്ങാനായിട്ട് ഫാർമസിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഫാർമസിയിൽ ഇരിക്കുന്ന സ്റ്റാഫിന് എന്ത് ചെയ്യാം? അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പേഷ്യന്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അത് മനസ്സിലാക്കാനായിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്കലി ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഒന്നുകൂടി പറയൂ. പറയാം. സോ ബേസിക്കലി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി, ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ക്ലിനിക്കൽ പ്രോസസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കാം ഇത്തരത്തിൽ? നമ്മൾ പണ്ട് കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു 5 years ബാക്ക് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, പിന്നെ അതിന്റെ ചാർട്ട് അവർ കൊണ്ടുതരും അല്ലെ. ഒരു ഹാർഡ്വെയർ കോപ്പി, ഒരു ചാർട്ട് കയ്യിലുണ്ടായിരിക്കും. ആ ചാർട്ടുമായിട്ട് എല്ലാ സെക്ഷനിലും ഇപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഈ ചാർട്ട് കൊണ്ടുവരണം, വേണ്ടേ? മരുന്ന് വാങ്ങിക്കുന്ന ടൈമിലാണെങ്കിലും ആ ചാർട്ട് ആ ഫാർമസിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരം പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരുന്നു അത്. പക്ഷെ ഇങ്ങനെ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഡോക്ടറെ കാണാം, ആ ചാർട്ടിന്റെ ആവശ്യമുണ്ടോ? ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ഡോക്ടർക്ക് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഫാർമസിയിൽ ചെല്ലുമ്പോഴാണെങ്കിലും ആ ഫയലിന്റെ ആവശ്യമില്ല അല്ലെ, നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് ആ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഏത് മരുന്നാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് തരാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന, ക്ലിനിക്കൽ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ.
അപ്പൊ ഇത് സേഫ് ആയിട്ട് സെക്യൂർഡ് നമുക്ക് എന്താണ് സേവ് ചെയ്യാനും അതേപോലെ തന്നെ ആർക്കാണോ ആവശ്യം ഫാർമസിയിലെ സ്റ്റാഫിനാണ് ഇപ്പോ ആ ഡാറ്റാസ് കാണേണ്ടതെങ്കിൽ അവർക്ക് എന്താണ് ആ സമയം ഫാർമസിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഡാറ്റാസ് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതും എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. പേഷ്യന്റ് എന്താണ് പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, ഇത്തരം കാര്യങ്ങളാണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഹാൻഡിൽ ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കാം നോക്കിക്കോളൂ. Hospital Management Information System is a computerized system that help in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospitals. Okay, with the help of the Hospital Management Information System, healthcare providers can concentrate more on providing quality healthcare to the patients. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ കഴിയുന്നത്? ഹോസ്പിറ്റൽസിലെ ഓപ്പറേഷൻസ്, അതായത് ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈക്ക് ഫിനാൻഷ്യൽ ആണെങ്കിലും ബില്ലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഫിനാൻഷ്യൽ, ലബോറട്ടറി, അതേപോലെ ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? അതിൽ ക്ലിനിക്കൽ പ്രോസസ്സ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിനിക്കൽ പ്രോസസ്സ് മാത്രമാണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം HIMS എന്ന് പറയും, അതിന്റെ ഷോർട്ട് ഫോം ആണ് HIMS. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഭരണപരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലബോറട്ടറീസിലെ ആണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റ്സിലെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരിക്കാം? എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഈ പേഷ്യന്റിന് ആവശ്യമായ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, പണ്ടത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഫയലുമായിട്ട് ചാർട്ടുമായിട്ട് നേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും കൊണ്ടുകൊടുക്കണം വേണ്ടേ. അപ്പൊ അതിലെന്താണ് ചില മിസ്റ്റേക്സുകൾ വരാം, ചിലപ്പോൾ ലാബിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിസ്സായി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇറേഴ്സ് വരാനായിട്ടും ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇറേഴ്സ് കുറക്കാനായിട്ട് കഴിയുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള കെയർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ. A hospital information system helps healthcare providers in designing their operations, including managing patient health records, appointments, billing, diagnostic, and much more. Okay, EMR and EHR കണ്ടോ ഇവിടെ? EMR എന്തായിരിക്കാം? EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടിന്റെ ഒരു ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ് EMR എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ആ റെക്കോർഡ് നോക്കി എന്താണ് ഡോക്ടേഴ്സിന് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ EHR എന്തായിരിക്കാം? ക്ലാസ്. മേഘ മ്യൂട്ട് ചെയ്യാവോ? മേഘ ഓക്കെ, EHR എന്തായിരിക്കാം? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതായത് ആ പേഷ്യന്റിന്റെ എവിടെയൊക്കെ പേഷ്യന്റ് എന്താണ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് EHR എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇപ്പൊ ഏതൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ആ ഡോക്ടേഴ്സ് കൊടുത്തിട്ടുള്ള എല്ലാ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എന്താണ് ഈ റെക്കോർഡിൽ അവൈലബിൾ ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എങ്ങനെയെല്ലാം ആയിരിക്കാം സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെല്ലാം ആയിരിക്കാം? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്, അത് EMR ആണെങ്കിലും EHR ആണെങ്കിലും എന്താണ്, ഹെൽത്ത് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട്, പേഷ്യന്റിനെ ഡോക്ടേഴ്സിനെ കാണുന്നതിന് വേണ്ടി എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബില്ലിങ്ങിനാണെങ്കിലും ഡയഗ്നോസ്റ്റിക്സിനാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഏതാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ എന്താണ്, ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിനെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി HIMS എന്താണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും? എന്തോ ഒന്നുകൂടി പറയോ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ്? പറയാം. ഓക്കെ, അപ്പോ HIMS എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അത് ക്ലിയർ ആണോ? ദെൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇത് രണ്ടും, അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായോ? എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ക്ലിനിക്കൽ പ്രോസസ് ഹാൻഡിൽ ചെയ്യും. ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, അത്തരം കാര്യങ്ങളാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. എന്നാൽ HIMS-ലാണെങ്കിലോ കുറച്ചുകൂടി എന്താണ്, എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ മാത്രമല്ല, അതിനപ്പുറം എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഒരു ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി അതിന്റെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തൊക്കെ അവർക്ക് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും? എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ് എന്താണ്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ? കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ്, പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്താണ്, ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം വേണ്ടേ? അപ്പൊ അതിനെന്താണ്, ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. അല്ലെങ്കിൽ എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുക, റിസപ്ഷനിൽ ചെന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലേ? അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി നമുക്ക് എന്താണ്, വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇനി ബില്ലിങ്ങിന് വേണ്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രോഗനിർണയത്തിന്റെ ലാബുകളിലെ ടെസ്റ്റുകളുടെ സമയത്താണെങ്കിലും, ബില്ലിന്റെ സമയത്താണെങ്കിലും, രോഗനിർണയ സമയത്താണെങ്കിലും എന്താണ്, ഇത്തരം കാര്യങ്ങൾ, മെഡിക്കൽ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ എന്താണ്, യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി HIMS അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം, ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം നോക്കിക്കോളൂ. The major role of HIMS is to record information on health events and verify the quality of services at different levels of healthcare. Okay, എന്താ പറയുന്നത്, ഡിഫറെന്റ് ഹെൽത്ത് ഇവന്റ്സ് ഉണ്ട്. ആ ഹെൽത്ത് ഇവന്റ്സുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം ഹെൽത്ത് ഇവന്റ്സ്? ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്തുക, ക്യാമ്പ്സ് ഒക്കെ നടത്താറില്ലേ? അപ്പൊ അത്തരം ഇവന്റുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ HIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ. കേട്ടിട്ടില്ലേ? പ്രൈമറി കെയർ എന്തായിരിക്കാം? പ്രൈമറി കെയർ വാക്സിനേഷൻ അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് പ്രൈമറി കെയർ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്താണ്, അഡ്വാൻസ് ആയിട്ടുള്ള. ടെറിഷറി എന്ന് പറയുമ്പോ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, സർജറീസ്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ പലതരത്തിലുള്ള കെയർ ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കെയറിലെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ?
ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് കൊടുക്കുന്നത്, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനും എന്താണ് ഈ HIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. Hospital information system benefits include improving patient satisfaction through improved communication, greater provider sensitivity towards patients, improved community awareness about the quality of services, and overall better use of services in the health system. Okay, അപ്പൊ എന്തൊക്കെ ഒരു പേഷ്യന്റിന് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് ഹോസ്പിറ്റലിൽ വന്നാൽ സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകാനായിട്ട് എന്താണ് കഴിയുന്നുണ്ട്. വിച്ച് മീൻസ് എന്താണ്, പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചാർട്ടുമായിട്ട് ഡിഫറെന്റ് സെക്ഷനിലോട്ട് പോകണം. ഇവിടെ താഴെ ഒരു പിക്ചർ കണ്ടായിരുന്നോ, ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ്. ഫസ്റ്റ് പേഷ്യന്റ് എന്ത് ചെയ്യുന്നു, റിസപ്ഷനിൽ വരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ എടുക്കുന്നു, ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, അതിനുശേഷം ഡോക്ടറെ കാണുന്നു, ഓക്കെ, ക്യാഷ് പേ ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ് അല്ലെ. അപ്പൊ എല്ലാ സെക്ഷനിലേക്കും എന്താണ് ആ ചാർട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. ഓരോ സെക്ഷനിലേക്കും എന്താണ് ആ ചാർട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. നമ്മൾ ആ ചാർട്ട് വരുന്നത് വരെ ഓരോ സെക്ഷനിലും വെയിറ്റ് ചെയ്യണം, വേണ്ടേ? പക്ഷെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഈ സോഫ്റ്റ്വെയർ നിലവിൽ വന്നത് കൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റാ ലഭിക്കുന്നത്? ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും, വേണ്ടേ? കഴിയില്ലേ? ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫാക്ഷനോടുകൂടി, സംതൃപ്തിയോടുകൂടി എന്താണ് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങാവുന്നതാണ്. ക്ലിയർ ആണോ അത്? നോക്കിക്കോളൂ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? അതിൽ ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടതാണ്, രണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? അതിൽ പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, പിന്നെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഒരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നത്. വേറെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിലോ അതിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ലബോറട്ടറി, ഫിനാൻഷ്യൽ, പിന്നെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അല്ലെ. എല്ലാ ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ. കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു സോഫ്റ്റ്വെയർ പല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. സോ കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്, എന്തിനെല്ലാം ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം? ഫസ്റ്റ് വൺ എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? സെക്കൻഡ് പേജ്, പേജ് നമ്പർ 2. PDF ഉണ്ടോ കയ്യിൽ എല്ലാവരുടെയും? നോട്ട്സ് ഉണ്ടോ കയ്യില്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, ഐശ്വര്യ. ഓക്കെ, അപ്പൊ പല രീതിയിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 11 ടൈപ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്.
അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേഷ്യന്റ് മാനേജ്മെന്റ്, പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. പേജ് നമ്പർ 2 കമ്പോണൻസ് ഓഫ് ഓക്കെ ക്ലിയർ അല്ലേ? സോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേഷ്യന്റ് മാനേജ്മെന്റ്, പിന്നെന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, then insurance management, laboratory management, report management, vaccination management, and the last one which is support management. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഓക്കെ ഈ സോഫ്റ്റ്വെയർ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. എന്തായിരിക്കാം നോക്കിക്കോളൂ. നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റൽസിൽ നിന്ന് ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഏതെല്ലാം രീതിയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം? ഏതെല്ലാം രീതിയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയും? ഫോണിലൂടെ ഫോണിലൂടെ പറ്റും. ദെൻ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ട് ഡയറക്റ്റ് നേരിട്ട് ചെന്നാണ് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ദെൻ ഓൺലൈൻ അല്ല ആപ്പുകളിലൂടെ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലാണ് ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെ, എല്ലാത്തരം ഹോസ്പിറ്റലുകളിലും ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ല. ചില ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ് നേരിട്ട് തന്നെ പോയി എടുക്കേണ്ടതുണ്ട് അല്ലെ. അത്തരം ഹോസ്പിറ്റൽസും ഇപ്പോഴും എന്താണ് നിലവിലുണ്ട്. അപ്പോ പല രീതിയിൽ നമുക്കൊരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. നോക്കിക്കോളൂ, നമ്മൾ പറയുന്നത് എന്താണ്, ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനെ കുറിച്ചാണ്. Managing appointments manually is not only monotonous but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter or cancel appointments online. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് പോകണം, ചിലപ്പോൾ എന്താണ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഫോണിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ മിസ്റ്റേക്സുകൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട് ഇല്ലേ? മിസ്റ്റേക്സുകൾ വരാം. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. ആ സ്റ്റാഫിനെ സംബന്ധിച്ച് ഇതൊരു എന്താണ് ബോറിംഗ് ആയിട്ടുള്ള ഒരു അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. അപ്പോ ഒരു പുതിയ സ്റ്റഡി പ്രകാരം പറയുന്നത് എന്താണ്, 68% ഓഫ് പേഷ്യന്റും എന്താണ് 68% പേഷ്യന്റും എന്താണ് പ്രിഫർ ചെയ്യുന്നത്, ഇത്തരത്തിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് നൽകുന്ന ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുക്കാനായിട്ടാണ് അവർക്ക് ഇഷ്ടം. അത്തരം 68% പേഷ്യന്റിനും താല്പര്യം എന്താണ്, ഓൺലൈനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റൽസിൽ പോകുന്നതിനാണ് അവർക്ക് താല്പര്യം. ക്ലിയർ ആണോ അത്? Okay. A hospital management system enables us to add a scheduling option to hospital's website so that patient can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slot in real time to avoid any perplexity at the hospital. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ടൈം കൺസ്യൂമിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അധികം ടൈം എന്താണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലോ മിസ്റ്റേക്സുകൾ വരാനായിട്ട്, ഇറേഴ്സ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ നമ്മൾ എന്താണ് ഒരു ഹോസ്പിറ്റൽസ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നോക്കിക്കോളൂ, ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. സോ ഒരു പേഷ്യന്റിന് ഈസിലി എന്ത് ചെയ്യാം, ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി അവരുടെ വെബ്സൈറ്റിൽ, ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രാവശ്യം പേഷ്യന്റ് എന്ത് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു, അപ്പൊ ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും,
എന്താ ചെയ്യുന്നത്? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ ഏത് ഡോക്ടറെ ആണോ കാണേണ്ടത്, ഓക്കെ, ആ സൈറ്റിലേക്കായിരിക്കും, ആ ഒരു പേജിലേക്കായിരിക്കും നെക്സ്റ്റ് ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ അവിടെ എന്താണ്, ഒരു ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഏത് ഡോക്ടറാണോ അവൈലബിൾ അവരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, ഈ പേഷ്യന്റ് പ്രിഫർ ചെയ്യുന്ന ഡോക്ടർ ഏതാണോ അവരുടെ ഒരു ടൈം സ്ലോട്ടും എന്താണ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ടൈം സ്ലോട്ടിന്റെ ബേസിൽ എന്താണ്, പേഷ്യന്റിന് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എന്താണ് കാണാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ എന്താണ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? പറയാം. നമ്മൾ എന്താണ്, ഈ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അതല്ലാതെ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറി അതല്ലെങ്കിൽ ആപ്പിൽ കയറി എന്താണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതെങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് ആ ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറുക, നമ്മൾ എന്താ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അസുഖം എന്താണെന്നൊക്കെ നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ അസുഖവുമായി ബന്ധപ്പെട്ട ആ ഡോക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ ആ പേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. അതിൽ നിന്നും നമുക്ക് എന്താണ്, നമുക്ക് ഏത് ഡോക്ടറെയാണോ നമുക്ക് കാണേണ്ടത് ആ ഡോക്ടറെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ടൈമും, ഒരു ടൈം സ്ലോട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. കൺവീനിയന്റ് ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ പേഷ്യന്റിന് എന്താണ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ടൈം അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഡോക്ടറെ കാണാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? സോ ഇനി അപ്പോയിന്റ്മെന്റ് എടുക്കുക മാത്രമല്ല, നമുക്ക് ആ ടൈമിൽ ഒന്ന് മാറ്റം വരുത്തണം, ഓക്കെ, ഓൾട്ടർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാനും ഈ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ഈ ആപ്പിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്, the next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. In this way, patient can create an easy and error-free process by digitalizing the appointment reserving process. Okay, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ഡോക്യുമെന്റ്സ് എന്താണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റെക്കോർഡുകൾ നമ്മൾ എന്താണ് അവിടെ ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്താണ്, ഒരു പേഷ്യന്റ് പോർട്ടൽ ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ റെക്കോർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഇനി ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽ, ഇപ്പൊ ബെഡ് റിഡൻ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് പേഷ്യന്റ് വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അത്തരം ഫെസിലിറ്റീസും എന്താണ് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അത്തരത്തിൽ അതിന് സന്നദ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടെത്തി, അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടെത്തി അതിനുവേണ്ടി ആ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി അസൈൻ ചെയ്യാനും എന്താണ് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സോ നമുക്ക് എന്താണ് ഫോണിലൂടെ ഈ സൈറ്റിലൂടെ അല്ലെങ്കിൽ എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇനി ഡോക്ടർ വീട്ടിൽ വന്ന് കാണണമെന്നുള്ള അത്ര എമർജൻസി പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ എന്താണ് ഈസി ആയിട്ടുള്ള, ഇറർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരു പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തരം ഹോസ്പിറ്റൽസിലും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. അല്ല, ചില അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസിലായിരിക്കും ഇത്തരം ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്തൊക്കെയാണ്? രണ്ടാമത്തെ പോയിന്റ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, ഫസ്റ്റ് കമ്പോണന്റ് ആയിരുന്നു എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ആൻഡ് ദി സെക്കൻഡ് വൺ എന്താണ്, സ്ക്രീൻ. ഓക്കെ, നമ്പർ 3 റിജു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ.
രണ്ടാമത്തെ കമ്പോണൻസ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ്. അതായത് അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് വരെയുള്ള പേഷ്യന്റിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും, അതേപോലെ മെഡിക്കൽ ഹിസ്റ്ററി ആണെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു പേഷ്യന്റ് വരുന്നു, അഡ്മിഷൻ എടുക്കുന്നു. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻ പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യന്റ് ആണല്ലേ. അപ്പൊ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് ആകുന്ന ടൈം വരെ ചില പ്രോസസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കിക്കോളൂ, പേഷ്യന്റ് മാനേജ്മെന്റ്. After the patient orientation is completed, the patient is shifted to an inpatient department or outpatient department. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment required, details of their previous visit, upcoming appointments, reports, insurance details, and more. It generates unique admission number for each patient to easily handle admission, discharges, and transfer. It also builds a comprehensive discharge summary to make sure of smooth discharge. At the same time, it records and generates related documents, example consent forms or consent forms for electronic signature. ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റ് എന്താണ്, പേഷ്യന്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അതിനുശേഷം എന്താണ്, അതിനുശേഷമാണ് ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഏത് പേഷ്യന്റ് ആണെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. ഇൻ പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് കൺസൾട്ടേഷന് ശേഷമാണ് അല്ലെ. അപ്പോ ഇൻ പേഷ്യന്റ് ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എന്തിനെല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, എന്തിനെല്ലാം ആയിരിക്കാം? ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യേണ്ടി വരാറുണ്ട്? അഡ്മിഷൻ എടുക്കണം അല്ലെ, അത് സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. പിന്നെന്തായിരിക്കാം? ബില്ലൊക്കെ പേ ചെയ്യേണ്ടി വരാറുണ്ട്. അതേപോലെ ഡിസ്ചാർജിന്റെ ടൈമിലാണെങ്കിലും എന്താണ്, ഡിസ്ചാർജ് സമ്മറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, ഇനി ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ, അതായത് ജസ്റ്റ് എന്താണ്, കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യന്റ് അല്ലെ. അപ്പൊ അവരുടെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത്? രജിസ്ട്രേഷൻ. ഓക്കെ, ദെൻ പിന്നെ ബില്ലിങ് വരുന്നുണ്ട്. ദെൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മെഡിക്കൽ ഹിസ്റ്ററി, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ആ പ്രിസ്ക്രൈബ് മെഡിസിൻസ് എല്ലാം എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിലാണ് അല്ലെ, ആ ഒരു സൈറ്റിലാണ് അവർ എൻട്രി ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, ഫാർമസിയിലോട്ട് പോകുമ്പോൾ ആ മരുന്നുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം എന്താണ്, മെഡിക്കൽ ഹിസ്റ്ററി, മരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് ഈ സൈറ്റിൽ എന്താണ് അവരെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? സോ എന്താണ്, പേഷ്യന്റിനെ കണ്ടതിന് ശേഷം ഇൻ പേഷ്യന്റ് ആണോ ഔട്ട് പേഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നു. ഇനി ഇൻ പേഷ്യന്റ് ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം വേണ്ടേ. അതേപോലെ ട്രീറ്റ്മെന്റ്, എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, അത്തരം കാര്യങ്ങൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഇനി എന്താണ്, നമുക്ക് പ്രീവിയസ് ലിസ്റ്റ് നമ്മൾ മുൻപ് വന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ എന്താണ് ആ സോഫ്റ്റ്വെയറിൽ ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇനി എന്താണ്, പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് ഡോക്ടറെ വിസിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാനും എന്താണ് ഒരു വെബ്സൈറ്റിൽ എന്താണ് നമുക്ക് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള സൗകര്യവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, ഒരു ഇൻപേഷ്യന്റ് ആണെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ആ സോഫ്റ്റ്വെയർ ഒരു പേഷ്യന്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകളെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജിന്റെ ടൈമിലാണെങ്കിലോ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എന്താണ് സമ്മറി, ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ സോഫ്റ്റ്വെയർ പേഷ്യന്റിനെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. വെൻ യു ബിഗിൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റ ഓൺ HMS, ഡിഫോൾട്ട് ഓൾസോ എലിമിനേറ്റ് ദ നീഡ് ടു ഗെറ്റ് ദോസ് ഡീറ്റെയിൽസ് ഓൺ എവറി വിസിറ്റ്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മുടെ എന്താണ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി അവരെന്താണ് അപ്ഡേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ സെയിം കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. ഒറ്റ പ്രാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? നമ്മളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യമാണ്. നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ അഡ്മിഷൻ നമ്പർ, നമ്മുടെ എന്താണ് ആ നമ്പർ, രജിസ്റ്റർ നമ്പർ മാത്രം അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഡാറ്റാസിലേക്ക് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software. It will help you to automate communication with patients and doctors. You can send appointments and lab test reminders or follow-ups and create meaningful long-lasting relationship. ഇനി ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ചില ബെനിഫിറ്റ് കൂടി ആ പേഷ്യന്റിന് ലഭിക്കുന്നതായിരിക്കും. എന്തെല്ലാം ആയിരിക്കാം? മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്താൽ എന്തെല്ലാം ബെനിഫിറ്റ് ലഭിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോ എന്താണ് ലാബ് ടെസ്റ്റ് ചെയ്യണം, ഓക്കെ, അതിന് റിമൈൻഡ് ചെയ്യിക്കാനായിട്ട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് മെസ്സേജുകൾ എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫോളോ അപ്പ് ഡേറ്റുകൾ എന്താണ് റിമൈൻഡ് ചെയ്യിക്കാനായിട്ടുള്ള മെസ്സേജുകൾ ലഭിക്കും. അതേപോലെ തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തരം ഫെസിലിറ്റീസ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ KSEB കറണ്ടിന്റെ എന്താണ് ബില്ല് അടയ്ക്കുന്ന ടൈം ആകുമ്പോൾ മെസ്സേജ് വരാറില്ലേ നമുക്ക്, നമ്മൾ റിമൈൻഡ് ചെയ്യിക്കാനായിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ എന്താണ് അടയ്ക്കേണ്ടതാണ്, ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറഞ്ഞ് വരാറില്ലേ? അതേപോലെ എന്താണ് ഈ ഓട്ടോമേഷൻ അതേപോലെ ഈ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തെ കണക്ട് ചെയ്യിപ്പിച്ചാൽ ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ലാബ് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടറെ കാണേണ്ട ദിവസമാണ്, ഇത്തരം കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതിനായിട്ടുള്ള മെസ്സേജസ് എന്താണ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ അത്? സോ ആദ്യത്തെ എന്താണ് ബെനിഫിറ്റ് എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അതായത് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ നോക്കിക്കോളൂ, ഫെസിലിറ്റി മാനേജ്മെന്റ്. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management, Rijo screen on the scroll cheyavo. Facility management. So third component aanu, moonamathe component aanu facility management. എന്താണ്? To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep records of bed availability, occupancy, status of rooms with specialized care and more. It collects all such information and makes it easily available to the receptionist. If a hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patients can visit any hospital in the basis of their convenience, as all the records are available online. ഓക്കെ, ഇപ്പൊ പേഷ്യന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിലും എന്താണ് ചില ഫെസിലിറ്റീസ് ഈ സോഫ്റ്റ്വെയർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽസിൽ ഒരു പേഷ്യന്റ് പോകുന്നു, ഓക്കെ, അവർ അഡ്മിഷൻ എടുക്കുന്നു, അപ്പൊ ബെഡിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വേണ്ടേ? അപ്പൊ എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അത്തരം ഡാറ്റാസിലേക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്താണ് റൂം അവൈലബിൾ ആണോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈസിലി അറിയാനായിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും എന്താണ് ഈ ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നും ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ചെന്ന് ചോദിക്കണം വേണ്ടേ. അപ്പൊ ഒരു റിസപ്ഷനിൽ ചെന്നാൽ എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്നും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്താ പറയുന്നത്, അതായത് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടും ഒരു ഡോക്ടറിന് നമ്മുടെ ഡാറ്റാസിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റുമായിട്ട് എന്താണ് ഏതൊരു ഹോസ്പിറ്റലിലും നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം എന്താണ് അഡ്വാൻസ്ഡ് ഹോസ്പിറ്റലുകളിലാണ് കേട്ടോ ഇത്തരം ഫെസിലിറ്റീസ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഇത്തരം ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു ഡോക്ടറിനാണെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലിലാണെങ്കിലും എന്താണ് ഒരു പേഷ്യന്റിന്റെ ഡാറ്റാസ് അറിയണമെങ്കിൽ എന്താണ് അതിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പേഷ്യന്റിനാണെങ്കിലോ ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഹോസ്പിറ്റൽസിലും വേണമെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഫെസിലിറ്റി മാനേജ്മെന്റ് ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ നോക്കിക്കോളൂ, സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി സ്റ്റാഫ് മാനേജ്മെന്റ് നോക്കിക്കോളൂ. The staff management module facilitates a concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospitals. അതായത് സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ക്ലിയർ ആയില്ലേ മെസ്സേജ്? എന്താണ് സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഒരു ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്? ക്ലീനിങ് സ്റ്റാഫ്, ഓക്കെ, ക്ലിനിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ്. ഓക്കെ, അപ്പൊ അവരെ ഓവർസീ ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം സ്റ്റാഫുകളെ ഓവർസീ ചെയ്യുന്നതിനുള്ള അവരെ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റാഫ് മാനേജ്മെന്റ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? എന്തൊക്കെയായിരിക്കാം? ഓരോ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും റെക്കോർഡ് അതിലെന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ജോബിന്റെ ഡ്യൂട്ടീസ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് എല്ലാം എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഒരു HR ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാഫുകളെ ഓവർസീ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ഈസിലി കാര്യങ്ങൾ എല്ലാ സ്റ്റാഫുകളെയും ഓവർസീ ചെയ്യാനായിട്ട് മേൽനോട്ടം വഹിക്കാനായിട്ട് ഈസിലി കഴിയുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണ്, നമ്മൾ സാധാരണ ഇപ്പോ എല്ലാ സ്റ്റാഫുകളും പഞ്ചിങ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റൽസിൽ ആ പറയുന്ന ടൈമിനുള്ളിൽ കയറിയിരിക്കണം, പഞ്ചിങ് ചെയ്യേണ്ടതുണ്ട്, പഞ്ചിങ് മെഷീൻ ഉണ്ട് അല്ലെ. അപ്പൊ അതും എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് അവർ വരുന്ന സമയമാണെങ്കിലും പോകുന്ന സമയമാണെങ്കിലും ട്രാക്ക് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. മുൻപെങ്ങനെയായിരുന്നു? സൈൻ ചെയ്ത് പോയല്ലേ? സൈൻ ചെയ്ത് പോകണം. ഒരാൾ എപ്പോഴും എന്താണ് മേൽനോട്ടം വഹിക്കണം അല്ലെ. ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. സോ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി തന്നെ എന്താണ് അവർ വരുന്ന ടൈം ആണെങ്കിലും പോകുന്ന ടൈം ആണെങ്കിലും എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഒരു സ്റ്റാഫിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അറിയണം. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ എന്താണ് ഡാറ്റാസും നമ്മൾ എല്ലാ ഫയലുകളും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ് അല്ലെ. ഓരോ ഫയലും എടുത്ത് ഓരോ സ്റ്റാഫിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോഴാണെങ്കിലോ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഏത് സ്റ്റാഫിന്റെ എന്ത് കാര്യമാണ് അറിയേണ്ടത്, എന്ത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ജോബുമായി ബന്ധപ്പെട്ട കാര്യമാണോ, അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് ടൈപ്പ് ചെയ്താൽ തന്നെ ആ സ്റ്റാഫുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവിടെ ഓപ്പൺ ആകുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് സ്റ്റാഫ് മാനേജ്മെന്റിന് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആണോ? സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ബാക്കി ഏതൊക്കെയാണ്? സപ്ലൈ മാനേജ്മെന്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് മാനേജ്മെന്റ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 11 എണ്ണം എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ചത്? ബേസിക്കലി എന്താണ്? ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെന്ന് പഠിച്ചു, ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പഠിച്ചു അല്ലേ? സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്തായിരുന്നു? ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഷെഡ്യൂൾ എന്താണ് ടൈമിംഗ് ചെയ്യുക, അതേപോലെ തന്നെ പിന്നെന്തൊക്കെയായിരിക്കാം, ഫാർമസിയിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻസ് എന്നാണ് മെഡിസിൻസ് നൽകുക. അത്തരം കാര്യങ്ങൾ ക്ലിനിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സേഫ് ആയിട്ട് സേവ് ചെയ്യാനും അത് എപ്പോഴാണ് ആവശ്യമുള്ളത്, ആർക്കാണ്, ഏത് സ്റ്റാഫിനാണോ ആവശ്യമുള്ളത്, ഇപ്പൊ ഫാർമസിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫിനാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ എന്താണ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് അതിലെ ഡീറ്റെയിൽസ് എന്താണ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്ന് എന്താണ് നൽകാനായിട്ട് കഴിയുന്നതാണ്. ഒരു ടൈം സേവിംഗ് മെത്തേഡ് കൂടിയാണ്. ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിലോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നത്? ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി. ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. ഇൻപേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കണം. ഓക്കെ, അതിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇനി ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അതേപോലെ തന്നെ എന്താണ് മെഡിസിൻസ് വാങ്ങേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട്? എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും? എന്തെല്ലാം കാര്യങ്ങൾക്ക് അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയും? പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ക്ലിയർ ആയില്ലേ? എന്താണ്? പേഷ്യൻസിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ വെരി ഗുഡ്. പേഷ്യന്റിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് കഴിയുന്നുണ്ട്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ബില്ലിംഗ് ആണെങ്കിലും ഡയഗ്നോസ്റ്റിക്സ് ആണെങ്കിലും എന്താണ് എല്ലാ പ്രോസസ്സിലും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി HIMS ആണെങ്കിലോ? ഹെൽത്ത് ഇവന്റ്സുമായി ബന്ധപ്പെട്ട സ്ക്രോൾ ചെയ്യാനോ? നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. HIMS ആണെങ്കിലോ ഹെൽത്ത് ഇവന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ എന്താണ് ക്യാമ്പുകൾ പോലെ ക്യാമ്പയിൻസ് പോലുള്ള ഇത്തരം കാര്യങ്ങൾ ഈ ഹെൽത്ത് ഇവന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ, ഏത് രീതിയിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. പിന്നെന്താണ് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സാറ്റിസ്ഫാക്ഷനോട് കൂടി എന്താണ് തിരിച്ചു പോകാനായിട്ട് കഴിയുന്നതാണ്. അതായത് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും ഈസിലി പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ്. ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഇതിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്താ അതിൽ പഠിച്ചത്? എന്താ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റില്? അതിൽ നമുക്ക് ഓൺലൈനിലായിട്ട് ഹോസ്പിറ്റലുകളിൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് നമുക്ക് ടൈം നമുക്ക് സേവ് ചെയ്യാം, കുറെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യൻസിന് ഈസിലി ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാം, എറേഴ്സ് ഒന്നും കൂടാണ്ട്.
അപ്പൊ അതിനെന്താണ്, പുതിയ സ്റ്റഡി പ്രകാരം 68% പേഷ്യൻസും പ്രിഫർ ചെയ്യുന്നത് ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ, അവർക്ക് തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഏത് രീതിയിലാണ്, ആപ്പിലൂടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടോ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം അതിൽ പറഞ്ഞല്ലോ, എന്താണ് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റിനെ എന്താണ് വീട്ടിൽ എന്താണ് വന്നിട്ട് ഡോക്ടേഴ്സ് ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസും എന്താണ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കമ്പോണൻസ് എന്തായിരുന്നു, പേഷ്യന്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. പേഷ്യന്റ് മാനേജ്മെന്റ്, അതിന് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ. അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ പല പ്രോസസ് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതിനെല്ലാം എന്താണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് എന്ത് പറയാം, മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്, ബില്ലിങ്ങിനാണെങ്കിലും ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. ആ ഒരു സോഫ്റ്റ്വെയർ കൂടി നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തോടു കൂടി കമ്പൈൻ ചെയ്താൽ, കണക്ട് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്, ടെസ്റ്റ്, ലാബ് ടെസ്റ്റ്, റിമൈൻഡർ, പിന്നെ നെഹ്റിൻ പറയൂ, ഒരാൾ പറയൂ, ക്ലിയർ ആവുന്നില്ല. ബെഡ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്താൽ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. എന്തായിരിക്കാം, അത് ടെസ്റ്റ്, ലാബ് ടെസ്റ്റ്, റിമൈൻഡേഴ്സ് അറിയാൻ പറ്റും. മെസ്സേജസ് ലഭിക്കുന്നതാണ്, റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് വേണ്ടത് അത്തരം കാര്യങ്ങൾ എന്താണ് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതിനുള്ള മെസ്സേജസ് ലഭിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് മെസ്സേജസ് എന്താണ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു, ഫെസിലിറ്റി മാനേജ്മെന്റ്. അതിലെന്താ പഠിച്ചത്, ഫെസിലിറ്റി മാനേജ്മെന്റ്. ഇതിലാണ് ബെഡ് അവൈലബിലിറ്റി, ഓക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂംസിന്റെ ഒക്കെ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയും. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ എന്തായിരുന്നു, സ്റ്റാഫ് മാനേജ്മെന്റ്. അതിലെന്താണ് സ്റ്റാഫ് മാനേജ്മെന്റ്, ഓവർസീ സ്റ്റാഫുകളെ. സ്റ്റാഫുകളെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫുകൾ ഉണ്ട്. അവർ ഓവർസീ ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചിങ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ വരുന്ന ടൈം ആണെങ്കിലും പോകുന്ന ടൈം ആണെങ്കിലും ഈസിലി ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്താണ്, ഒരു സ്റ്റാഫിനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിലും എന്താണ് ഈ ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സപ്ലൈ മാനേജ്മെന്റ് മുതൽ പിന്നെ ഏതായിരുന്നു സപ്പോർട്ട് മാനേജ്മെന്റ് വരെയുള്ള എല്ലാ പോയിന്റ് എന്താണ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു മാം.